നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ബ്ലൗസ്, എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള സ്കിൻ ഫിറ്റ് ബ്ലൗസ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോട്ടൺ കലങ്കാരിയുടെ ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് കാണിക്കുന്നില്ല, അത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഞാൻ നേരത്തെ ആദ്യം കാണിച്ചുകൊണ്ടിരുന്ന കോട്ടൺ ബ്ലൗസ് തന്നെയാണ് കലങ്കാരി പ്രിന്റ് വരുന്നതും അജ്രക്ക് പ്രിന്റ് വരുന്നതും. ഇത് ആയിത്തലാണ് ബ്ലൗസിൽ ഹരിശ്രീ എഴുതിയത്. ഇന്നിപ്പം പക്ഷേ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ആണിപ്പോൾ കുറേ ആയിട്ട് കാണിക്കുന്നത്. അതിന് ധാരാളം ആൾക്കാരുണ്ട്, ആവശ്യക്കാരുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്ന ബ്ലൗസ് ഒരു സെമി പാർട്ടി വെയർ ബ്ലൗസ് എന്ന് പറയാം. പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലാത്തതായിട്ട് വേണമെങ്കിൽ ഇടാം. ആസ് യൂഷ്വൽ ഒരു കഥ പറഞ്ഞോട്ടെ ഞാൻ. കുഴപ്പമുണ്ടോ? ഇത് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. സ്ഥിരം ബ്ലൗസിന്റെ വീഡിയോ കാണുന്നവർക്ക് കേട്ട് മടുക്കും. എൻ്റെ പൊന്നു വിജയ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഒന്ന് പറയാതിരിക്കാവോ എന്ന് വിചാരിക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. പുതിയ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് നമുക്ക് ബ്ലൗസ്, പ്രത്യേകിച്ചും ബ്ലൗസിന്റെ വീഡിയോ വരുമ്പോൾ. അപ്പം അതുകൊണ്ട് പറയുന്ന കേട്ടോ, സ്കിപ്പാക്കിക്കോ. ഇന്നുകൊണ്ട് ബ്ലൗസ് സ്കിപ്പായി പോരുത്. ഒന്ന് നമ്പർ വരുമ്പോൾ സ്കിപ്പിങ് നിർത്തണം. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. സ്ക്രീനിൽ അപ് ടു XXL എന്നാണ് കാണുന്നതെങ്കിൽ XXL സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ബ്ലൗസ് ഉപയോഗിക്കാം. അല്ലാതെ വേറെ മീഡിയം, ലാർജ്, XL, XXL സൈസസ് ബ്ലൗസ് ഉണ്ടെന്നല്ല. ഈ ഒരൊറ്റ ബ്ലൗസ് XXL സൈസിന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. XXL ഉപയോഗിക്കുന്ന ഓൺ റിസ്കി വേണം, ഞാൻ പറയത്തില്ല. കാരണം സ്ട്രെച്ചബിൾ ആണ്. XXL ആണെങ്കിലും XXL വരെയൊക്കെ പോകും. പക്ഷെ ഓരോരുത്തരുടെ ശരീര ഷേപ്പ്, കൈയുടെ വണ്ണം, ബാക്കി കാര്യങ്ങളൊക്കെ അവനവനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം റിസ്കി വാങ്ങിക്കുക. എന്തായാലും റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ടും ഇല്ല. ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ സൈസ് എന്ന് ഇതുണ്ട്. പുതിയൊരു മോഡൽ വന്നിരിക്കുന്നതാ. ഇവിടേക്ക് വന്നിട്ട് ഇതുണ്ട്. ഈ കൈയുടെ ബോർഡർ വേറെ ഡാർക്ക് കളറെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇത് പ്യുവർ വൈറ്റ് ആണ്. എന്നിട്ട് ഇത് മുഴുവനും ഒരു സൈസ് എന്നതായത് കുഞ്ഞു ബുട്ട പോലെ ഇങ്ങനെ ചെയ്തിരിക്കുക. നല്ല രസമാണ്. നല്ല ഇതിന് എന്നതിനൊക്കെ ഇടാം. നമ്മൾ പ്രത്യേകിച്ചും ചർച്ച് വെയർ ആയിട്ട് ഫംഗ്ഷനുകളില്ലേ, അങ്ങനത്തേന് ഏറ്റവും ആപ്റ്റാണ്. പിന്നെ വൈറ്റ് ബ്ലൗസിന് ഇപ്പോൾ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. ഞാനിപ്പോൾ ആധികാരികതയോടെ ഞാൻ പറയാൻ റെഡിയാണ്. ഈ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ഇടുന്ന അത്രയും സുഖം. കാരണം ഞാൻ ആദ്യമായിട്ട് എത്രയോ കാലങ്ങൾ കൂടിയിട്ട് കഴിഞ്ഞ ദിവസം സ്കിൻ ഫിറ്റ് ബ്ലൗസ് ഇട്ട് സാരി ഉടുത്തു. ഞാൻ സാരി ഉടുക്കാൻ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സ്ഥിരം കേൾക്കുന്ന പല്ലവിയാ, സാരി ഉടുക്കാൻ എന്നാ പാടാ, സാരി ഉടുക്കും. പക്ഷെ എനിക്കിപ്പോൾ സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനിയുള്ള കഴിവതും ഇന്നിപ്പോൾ ഞാൻ അടുത്ത ദിവസം കാണിക്കാൻ പോകുന്ന കല്യാണിക്കോട്ടൻ്റെ സാരി കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരു സാരി ഉടുത്ത് തന്നെ കാണിക്കും. സ്കിൻ ഫിറ്റിൻ്റെ ബ്ലൗസ് ഒരെണ്ണം എടുത്തിട്ടാൽ പോരെ. എന്നെ കംഫർട്ടെന്നില്ല, സത്യം ഞാൻ പറയാം. ചിലരൊക്കെ എന്നോട് പറയുന്നത് ബ്ലൗസ് ഇട്ട ഒരു ഫീല് പോലും തോന്നുന്നത്. സത്യം കേട്ടോ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ബ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പിന്നും ഇവിടെ കുത്തുന്നു, ഇവിടെ നിന്ന് വലിച്ചു കുത്തുന്നു. എൻ്റെ പൊന്നെ കൈ ടൈറ്റ്, ചിലപ്പോൾ കൈ ഈ റിഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ടൈറ്റ്. മൊത്തത്തിൽ പ്രശ്നമല്ല. ഇതൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കൂളായിട്ട് നടക്കാം. എന്താണ് ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വർക്ക്. കണ്ടോ, ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഒരു ബോർഡർ പോലെ തിക്കായിട്ട് കൊടുത്തിട്ട് ഇവിടേക്ക് ചെറുതായിട്ട് നല്ല ഭംഗിയാണ്. ഡയറക്റ്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നല്ല രസം കേട്ടോ, ഒത്തിരി രസം പാർട്ടിയിട്ട് ഇതിനിടാം. പിന്നെ ചെറിയ പെൺകുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പായിട്ട് ഇടാം. ഇങ്ങനെ എടുക്കുന്നവരുണ്ട് ഷോപ്പിൽ വന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാം കേട്ടോ. നല്ല ഫ്ലെയർ ഇട്ട് ഫ്രോക്ക് തയ്ച്ചിട്ട് ക്രോപ്പ് ടോപ്പായിട്ട് ഇടാം. മജന്ത അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക്, റാണി പിങ്ക് അല്ല, മജന്ത നല്ലൊരു കളറാ. ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാനും അല്ലാതെ ഇടത്തില്ലായ്ക്ക് ഒന്നുമില്ല, കാരണം ഓവറല്ല. പക്ഷെ നല്ല രസം. ഇത് ഭയങ്കര രസം കേട്ടോ. ഞാൻ പിന്നെ പറയാണ്, ഭയങ്കര രസം. ഇത് ആദ്യമായിട്ട് വരുന്ന ഈ മോഡൽ. ഇന്ന് കാണിക്കുന്ന 2 മോഡൽ, ഒരെണ്ണം നേരത്തെ വന്നിട്ടുള്ളതാണ്. ചെറുപയർ പച്ച അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ ഉണ്ടോ. ഈ ചിലർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടേ എനിക്ക് ഇതാണ് സൈസ്, അത് അപ്പം ഞാൻ ആ സൈസ് എടുക്കാൻ, ഈ സൈസ് എടുക്കണമെന്ന് അങ്ങനെ ചോദിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുർത്തിയുടെ സൈസ് ഏതാണോ അത് വെച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സൈസിനൊക്കെ ഒരു സൈസ് കൂടിയത് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞ സൈസ് എടുക്കുന്ന നിങ്ങളുടെ റിസ്ക് വേണം. ഇത് ഉണ്ടോ, മെറൂണെ നോക്ക്, ഉണ്ടോ, രസം നോക്ക്.
ഇതിപ്പോൾ പാർട്ടി ബ്ലൗസിനൊക്കെ ആയിട്ട് ഇടാം, പാർട്ടി വെയർ ബ്ലൗസിനൊക്കെ ഇടാം. എന്നാ പ്ലെയിൻ ബ്ലൗസിനെ കഴിഞ്ഞ് ഞാൻ പറയുന്നത് പാർട്ടി വെയർ ബ്ലൗസ്, പിന്നെ കേരള സാരി, അങ്ങനത്തെ ക്രീം ടച്ച് വരുന്ന സാരീസ് ഇല്ലേ, അങ്ങനത്തേനൊക്കെ ഒത്തിരി രസമാണേ ഈ ബ്ലൗസിൻ്റെ. എനിക്ക് വർണ്ണിക്കാൻ പറയാത്ത അത്രയും രീതിക്ക് എന്ന് ഭംഗിയാണ്. ഇതുണ്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. എൻ്റെ ഇഷ്ടത്തിൽ ഇത് ഈ ഇഷ്ടം ഭയങ്കര ഒരു ഇഷ്ടമായിപ്പോയി ഇതെനിക്ക്. ചിലതിനോട് എനിക്ക് കൊള്ളാമെന്നുള്ളതല്ലാതെ ഇതിനോട് എനിക്ക് അങ്ങോട്ട് ഒരുമാതിരി കടിച്ചു തിന്നാൻ തോന്നുന്ന ഒരു ഇഷ്ടം. ഇതില്ലേ എപ്പോഴും കാണിക്കാത്ത ഒരു കളറാണ് കേട്ടോ, ബ്ലൂ, പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒരു നല്ലൊരു ബ്ലൂ ആട്ടോ, നല്ലൊരു സൈസ് ബ്ലൂ ആണേ, നല്ല എടുത്ത് നിൽക്കുന്ന നല്ല ബ്ലൂ. ഇതിന് ചേരുന്ന നല്ല ഡിസൈൻ ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു സാരിയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രസം. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ഞാൻ എടുത്ത ഒരു സാരി കാണിച്ചില്ല, ആ സാരി ഞങ്ങൾക്ക് ഭയങ്കര സെയിലായിരുന്നു കേട്ടോ. ആ സാരിക്കൊക്കെ നല്ല രസമാണ് ഈ ബ്ലൗസ്, അതിന് മാച്ചിങ് പെയറായിട്ടേ നല്ല രസമാണ്. അയ്യോ ഇതുണ്ടോ കോഫി, ഇതുണ്ടോ എൻ്റെ കയ്യെ വളയൊന്നുമില്ല, ഇതുണ്ടോ വളയൊന്നുമില്ല. അയ്യോ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എന്നാ ക്ലിപ്പ് ബാംഗിൾസ്, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ, അത് ഈ ബ്ലൗസിൻ്റെ കാര്യം പറഞ്ഞോല്ല, എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിടാൻ തോന്നുന്നു. നല്ല സൂപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നിങ്ങളൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ട് സ്വർണം വേണ്ട വീട്ടിൽ, സ്വർണം വെച്ചിട്ട് എന്തിനോ സ്വർണം വേണ്ടേ, എനിക്ക് വേണ്ടാന്ന് പെണ്ണുങ്ങൾ പറയാം. അത്രയ്ക്ക് രസമാണ്. കാണിക്കാം കേട്ടോ, അടുത്ത ദിവസം കാണിക്കാവേ. അതിന് ഞാൻ ഇപ്പോഴേ മുന്നോടിയായിട്ട് വള ചുവപ്പാണ് കളറ്, റെഡ് ബ്ലൗസ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇപ്പോഴേ വളയിടാൻ നടക്കുവാണോന്നല്ല, വളയിടാൻ രാവിലെ മറന്നുപോയി സത്യം. ഇറങ്ങി ഇങ്ങനെ പോന്നു വണ്ടിയിൽ കയറി. അധികമൊന്നും എന്തോ കാര്യമില്ല അല്ലേ അല്ലേ അല്ലേ. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ. മടുത്തോ? അഞ്ചിനെ വിളിക്കുന്നോ? നേവി ബ്ലൂ. രസം ബോർഡർ അല്ലേ. ഇത് ഇഷ്ടപ്പെടാത്ത മനുഷ്യരെ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തുവാ ലോകത്ത് ഇഷ്ടപ്പെടുന്നേ. അത്ര ഞാൻ എന്നൊക്കെ ഈ പറയുന്നത് എൻ്റെ ഇഷ്ടം ആയിക്കോളണമെന്നില്ലല്ലോ അപ്പാ, എല്ലാവരുടെ ഇഷ്ടം. നല്ല ബോട്ടിൽ ഗ്രീൻ, നല്ല കരിമ്പച്ച കളർ, നമ്മുടെ ട്രഡീഷണൽ കേരള സാരിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇതിനൊക്കെ പറ്റിയ സാരീസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ എന്നും ഞാനിത് പറയും, ആ സാരി കൂടെ വെച്ചൊന്ന് കാണിക്കാതിരുന്ന. ഇനി കാണിക്കുന്ന ബ്ലൗസ് ഇത് നേരത്തെ വന്നിട്ടുള്ള റീസ്റ്റോക്കാണ് അതിൻ്റെ കേട്ടോ. സൈസ് ഏതാ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇന്നെല്ലാം ഡബിൾ എക്സൽകാർക്ക് വരെയുള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ഈ സ്റ്റോൺസ് പിടിപ്പിച്ച്, കട്ട് ബീഡ്സ് പിടിപ്പിച്ച്, സ്റ്റോൺ അല്ല കട്ട് ബീഡ്സ് പിടിപ്പിച്ച് ഉണ്ടോ. ഇത് നേരത്തെ കാണിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു ഡിസൈൻ ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ സെൽഫ് പ്രിൻ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ സെൽഫ് പ്രിൻ്റ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം വന്നതിൽ ഒരു സൈസ് ഈ ഹക്കോബായുടെ ഒക്കെ പോലെ ഒരു സൈസ് ഡിസൈൻ ഉണ്ട്, നല്ല ഭംഗിയാണേ. ഇതൊക്കെ ഉണ്ടല്ലോ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അന്ന് കാണിച്ചപ്പോൾ ബ്ലാക്ക്, അയ്യോ ഒന്ന് ബ്ലാക്കിന് ആവശ്യക്കാരേ ഉള്ളായിരുന്നു. അതെ ബ്ലാക്ക് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടു രസം നോക്ക്. ഇത് വെറുതെ ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴേ ഇതിങ്ങനെ ബീഡ്സ് പിടിപ്പിച്ചേക്കുന്ന ആയതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പം ചുമ്മാ ഇട്ട് ഒളിച്ച് വാഷ് ചെയ്യരുത്. ഷാമ്പൂവിനകത്ത് മുക്കി കുറച്ച് നേരം വെക്കുക, എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഇത് സ്പിൻ ചെയ്യാൻ പോകരുത്, അതേപടി വിരിച്ചിടുക. വെള്ളത്തോടു കൂടി തന്നെ വിരിച്ചിട്ട് ഉണക്കിയെടുക്കണം. ബീഡ്സ് ഉള്ളത് അങ്ങനെ ചെയ്യാവുള്ളൂ. ഇത്തല്ല ഈ സെൽഫ് പ്രിന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു ലുക്ക് തോന്നിക്കും ബ്ലൗസിന്. ഇതും ഇപ്പോൾ ഫങ്ഷൻ വെയറിന് ആയിട്ട് ഇടാൻ പറ്റുന്ന ബ്ലൗസാണ്. ഇതിപ്പോൾ ഒരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണോ എനിക്കറിയത്തില്ല, ബോട്ടിൽ ഗ്രീൻ. കണ്ടോ എന്നെ രസം നോക്ക്. ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് ബ്ലൗസ് എടുക്കാൻ വരുന്നുണ്ട്. എന്താ ബ്ലൗസ് എടുക്കുമ്പോൾ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ ഇത് കയ്യിലൊന്ന് കയറ്റി നോക്കണം. രണ്ടാമത് ട്രയൽ നോക്കിയിട്ടാണെങ്കിലും എടുക്കാമല്ലോ, ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആകുമ്പോഴേ. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടിട്ട് 5-6 ദിവസം കഴിയുമ്പോൾ വന്നാൽ ഇതൊന്നും കിട്ടത്തില്ല.
വീഡിയോയ്ക്കകത്ത് തന്നെ പോകും. അത് അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യം. പീച്ച് അത് പലരും വന്നിച്ച് പരാതി പറയുമോ ഇതൊന്നും അല്ല കണ്ടതൊന്നും ഇവിടെ ഇല്ല. ഏറ്റവും അവസാനം തിരികട വരുന്നതെന്ന് പറയല്ലേ, അങ്ങനെയേ ഉള്ളൂ. അതെന്നാ ചെയ്യാനാണ്, നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും സെയിൽ നടന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ഓർക്കും. അങ്ങനെ മാറ്റി വെച്ച് ചോദിക്കുമ്പോൾ കൊടുക്കും. ഇല്ല, കൈ സാധനം വെച്ചുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കോഫി ബ്രൗൺ നല്ല സ്ട്രെച്ചബിളാണ് കേട്ടോ. അതുകൊണ്ടോ കൊണ്ട് നോക്ക്, ഇത്രയും സ്ട്രെച്ചബിളാണ്. പിന്നെ സൈസ് ഇന്ന സാരി അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞു തരാൻ. കാരണം നമ്മൾ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന കളർ നിങ്ങൾ അയച്ചു തരുന്ന സാരിയുടെ കളർ ആയിരിക്കത്തില്ല ചിലപ്പോൾ. ഇതേ നമ്മളെന്നിട്ട് നിങ്ങളുടെ റിസ്കിനെടുക്കാനാണെങ്കിൽ ഓക്കെ, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. അപ്പം ഇത് മനസ്സിലാക്കുക. ഇതിപ്പം സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസിന് മേളിലോട്ടുള്ള സൈസുകാരെ എടുക്കരുത്, സ്ക്രീനിൽ എഴുതിയേക്കുന്ന സൈസ് ഉള്ളവരെ എടുക്കാവുള്ളൂ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു കാരണവശാലും ഇല്ല. നിങ്ങൾക്ക് 100% ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തേച്ചാൽ മതി. ഞാൻ ഈ ബ്ലൗസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയേ പറയുള്ളൂ, നിർബന്ധിച്ച് പറയില്ല. കാരണം എൻ്റെ കോൺഫിഡൻസ് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ബ്ലൗസ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ല. ബ്ലൗസ്, പാൻറ്റ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അത് ശരിയാകത്തില്ല. പിന്നെ ബാംഗിൾസ്, ഓർണമെന്റ്സ് വീഡിയോ സൂപ്പറാട്ടോ. നിങ്ങൾ കാണണം. എന്ത് മിസ്സാക്കിയാലും ആ വീഡിയോ മിസ്സാക്കരുത്. ഈ പറച്ചിൽ കേട്ടതൊന്നും കുന്നുകണക്കിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഇല്ലേ, എനിക്കിത് എല്ലാവരും ഒന്ന് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾ മേടിക്കോ മേടിക്കാതിരിക്കോ എന്ത് വേണേൽ ചെയ്തോ, അതെനിക്കത് കാണിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓർണമെന്റ്സിൻ്റെ വീഡിയോ മിസ്സാക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് നിങ്ങൾ എന്ന് ബുക്ക് ചെയ്യുന്നോ അന്ന് തൊട്ട് 3 ദിവസത്തിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഞായറാഴ്ച ബുക്ക് ചെയ്താൽ തിങ്കൾ, ചൊവ്വ, അല്ലെങ്കിൽ ബുധനാഴ്ച നിങ്ങളുടെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ താങ്ക് യു, ടാറ്റ.